ഡോക്ടർ, നമ്മുടെ ജീവിതത്തിൽ തലവേദന വരാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അതിൽ മൈഗ്രെയിൻ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. എന്താണ് ഈ മൈഗ്രെയിൻ? മൈഗ്രെയിൻ എന്നാൽ കൊടിഞ്ഞി അല്ലെങ്കിൽ ചെന്നിക്കുത്ത് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഒന്നാണ്. നമ്മളത് പ്രൈമറി ഹെഡേക്കിന്റെ വിഭാഗത്തിൽ വരുന്നതാണ്. അതായത് പ്രത്യേകിച്ച് ബ്രെയിനിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഉള്ളതായിരിക്കില്ല. പക്ഷേ അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശക്തമായ തലവേദന. ആ തലവേദന ഒരു 4 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. അത് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങളുടെ ഇടവേളയിലായിരിക്കും ഇത് ഉണ്ടാകുന്നത്. ആൻഡ് ഈ തലവേദന എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഒരു ശക്തമായി വന്നു കഴിയുമ്പോൾ അത് തലയുടെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഇരുവശങ്ങളിലും അല്ലെങ്കിൽ കണ്ണിൻ്റെ പുറകിൽ നിന്നായിരിക്കും അത് തുടങ്ങുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ചിലർക്ക് ഓക്കാനം അല്ലെങ്കിൽ ഛർദിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ചില ആൾക്കാർ ലൈറ്റിൽ നോക്കുന്നതും സൗണ്ട് കേൾക്കുന്നതും ഒഴിവാക്കാനുള്ള പ്രവണത കാണിക്കാറുണ്ട്. ഇപ്പോൾ ഇരുട്ടിൽ തന്നെ ആ സമയം ഇരുന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഇതിന് മുന്നോടിയായി കുറച്ച് ലക്ഷണങ്ങൾ വരും. അതിനെ ഓറ എന്ന് പറയും. അതായത് ഉദാഹരണത്തിന് നമ്മൾ പെട്ടെന്ന് മിന്നൽ പാസ് ചെയ്യുന്ന പോലെ കാണുക, അല്ലെങ്കിൽ തീപ്പൊരി പാറുന്നത് പോലെ കാണുക, അല്ലെങ്കിൽ തലകറക്കം പോലെ അനുഭവിക്കുക, അല്ലെങ്കിൽ ഒരു വശത്ത് തരിപ്പ്, നമ്മുടെ കൈകാലുകൾക്ക് ഒരു വശത്ത് തരിപ്പ് അല്ലെങ്കിൽ ഭാരം അനുഭവിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് വയറ്റിനുണ്ടാകുന്ന ഗ്യാസിൻ്റെ പോലത്തെ സിംറ്റംസ് വരിക. ഇത് വന്നു കഴിഞ്ഞിട്ടായിരിക്കാം ഈ തലവേദന വരുന്നത്. അപ്പോൾ അതാണ് ഓറ എന്ന് പറയും. എന്തൊക്കെയാണ് ഈ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെന്റ്സ് വരുന്നത്? നമുക്ക് ട്രീറ്റ്മെന്റ് 3 പറയാം. 1 ദിനചര്യയിൽ വ്യത്യാസം വരുത്താം, 2 ഭക്ഷണത്തിൽ ക്രമീകരണം നടത്താം, 3 മെഡിസിൻസ്. ദിനചര്യ എന്ന് പറയുമ്പോൾ കൃത്യമായി ദിനചര്യ പാലിക്കണം. അതായത് ശരിയായ ഉറക്കം വേണം, 6 മുതൽ 7 മണിക്കൂർ വരെ. പിന്നെ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിന് റിലാക്സേഷൻ, യോഗ, മെഡിറ്റേഷൻ അതൊക്കെ ചെയ്യാം. പിന്നെ സ്ക്രീൻ ടൈം കൂടുതൽ ഉള്ളവർ അത് ഒഴിവാക്കുക, വളരെയധികം കുറയ്ക്കുക. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ നന്നായി വെള്ളം കുടിക്കുക. പിന്നെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയാതെ നോക്കുക. പിന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഇത് കൂട്ടുന്നതായിട്ട് പറയുന്നുണ്ട് മൈഗ്രെയിൻ, അത് അവോയ്ഡ് ചെയ്യേണ്ടി വരും. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ബിയർ, ആൽക്കഹോൾ, വൈൻ എന്നിവ. പിന്നെ 2 കോഫി, ടീ, കോള, അതായത് അതിൽ ടാനിൻ, നിക്കോട്ടിൻ, കഫീൻ്റെ കണ്ടൻസ് കൂടുതലാണ്. അപ്പം അതിൻ്റെ അമിത ഉപയോഗം ഉള്ളത്. പിന്നെ മറ്റെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് വെച്ച് പുളിപ്പിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് നമ്മുടെ പിസ്സ, ബ്രെഡ്, കേക്ക് എന്നിവ. പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഉള്ളത്, അതായത് ടൈറമിൻ എന്ന് പറയുന്ന കണ്ടന്റ് അടങ്ങിയ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്, ചോക്ലേറ്റ്, ഇവയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. ഇനി ചില ഫുഡുകൾ പക്ഷേ മൈഗ്രെയിന് നല്ല റിലീഫ് കിട്ടും എന്ന് സ്റ്റഡീസ് പറയുന്ന ഫുഡിൽ ഉൾപ്പെടുന്നതാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയ, അതായത് റൈബോഫ്ലാവിൻ ഉൾപ്പെടുന്ന നമ്മുടെ ഇലക്കറികൾ, പിന്നെ മുഴുധാന്യങ്ങൾ, തൈര്, മുട്ട എന്നിവ. പിന്നെ മറ്റൊന്ന് ഈ ട്രിപ്റ്റോഫാൻ അടങ്ങിയ, അത് ഒരു അമിനോ ആസിഡാണ്, അത് അടങ്ങിയ തവിട് ഉള്ള അരി, പിന്നെ ബദാം, അങ്ങനെയുള്ളത്. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ചെറിയ മത്സ്യങ്ങൾ, ഒലീവ് ഓയിൽ, സോയാബീൻ, അങ്ങനെയുള്ളത്, ഫ്ലാക്സ് സീഡ്സ്, അതൊക്കെ. അപ്പം ഇത്രയും ഫുഡ് ശരിക്കും ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ ഈ തലവേദന, ഒരു ന്യൂറോളജിസ്റ്റിനെ തീർച്ചയായും തലവേദന ഉണ്ടെങ്കിൽ സമീപിക്കണം. അത് എന്ത് ടൈപ്പ്, പ്രൈമറി ഹെഡേക്കാണോ സെക്കൻഡറി ഹെഡേക്കാണെന്ന് മനസ്സിലാക്കണം. മൈഗ്രെയിൻ പോലത്തെ തലവേദനയാണെങ്കിൽ അതിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ ദൈനംദിന ജീവിത ആക്ടിവിറ്റിക്ക് ഒരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൈംസ് തലവേദന വരുന്നത് ഒരു മാസത്തിൽ തന്നെ 4-ലധികം ഉണ്ടെങ്കിൽ, അതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മൾ മെഡിസിൻസ്, ഓരോരുത്തർക്ക് പറ്റിയ മെഡിസിൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്.